മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. നിയുക്ത മേൽശാന്തിമാർക്ക് ചുമതല കൈമാറി നിലവിലെ മേൽശാന്തിമാർ ഇന്ന് മലയിറങ്ങും. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സർക്കാരിന്റെ പൂർണ്ണ സഹകരണത്തോടെ സുഖകരമായ ശബരി ദർശനത്തിനായി അയ്യപ്പന്മാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി ദേവസ്വം അധികൃതരും അറിയിച്ചു. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ശബരിമല നട തുറക്കുന്നത്. നിലവിലെ മേൽശാന്തി SC ശങ്കരൻ നമ്പൂതിരിയാകും നട തുറക്കുക. തുടർന്ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ നിയുക്ത മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കും. നിയുക്ത ശബരിമല മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കും മാളികപ്പുറം മേൽശാന്തി മനുകുമാറിനും തന്ത്രി മൂലമന്ത്രങ്ങൾ പകർന്നു നൽകും. ഹരിവരാസനം പാടി നടയടച്ച ശേഷം നിലവിലെ മേൽശാന്തി നിയുക്ത മേൽശാന്തിക്ക് തിരുനടയുടെ താക്കോൽ കൈമാറും. തുടർന്ന് പഴയ മേൽശാന്തിമാർ മലയിറങ്ങും. വൃശ്ചികം 1-ന് പുതിയ മേൽശാന്തിമാരാകും നട തുറക്കുക. വിവാദങ്ങൾക്ക് വഴിവെക്കാതെ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് അയ്യപ്പന്മാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കുടിവെള്ള വിതരണം, ശൌചാലയങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയിൽ മുൻ വർഷങ്ങളിലേക്കാൾ സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. മണിക്കൂറിൽ 7000 ലിറ്റർ വീതം പ്രതിദിനം 75,000 ലിറ്റർ ചുക്കുവെള്ളം വിതരണം ചെയ്യും. 40 ലക്ഷം വീതം അപ്പം, അരവണ പാക്കറ്റുകളാണ് ആദ്യഘട്ടത്തിൽ തയ്യാറായിട്ടുള്ളത്. മുൻവർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇത്തവണ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 11 മണി മുതൽ 10 മിനിറ്റ് നേരം നെയ്ത്തോണിയിലെ നെയ്യ് അയ്യപ്പന് അഭിഷേകം ചെയ്യാൻ ഉപയോഗിക്കും. ഭക്തർക്ക് നെയ്യഭിഷേകത്തിന് കാത്തുനിൽക്കാതെ തന്നെ നെയ്ത്തേങ്ങയിലെ നെയ്യ് നെയ്ത്തോണിയിലൊഴിച്ച് മലയിറങ്ങാം. ഹെലിപാഡ് അടക്കമുള്ള സൗകര്യങ്ങളാണ് ഇത്തവണത്തെ മറ്റു പ്രത്യേകത. അസാധുവായ 500, 1000 രൂപയുടെ നോട്ടുകൾ മാറ്റുന്നതിനുള്ള സൗകര്യങ്ങളും സന്നിധാനത്തുൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വിജേഷ് നടുവിൽ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം.